നമസ്കാരം. പ്രവാസി ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിൽ താമസിക്കുന്നവരും അല്ലെങ്കിൽ സമീപഭാവിയിൽ ജർമ്മനി സന്ദർശിക്കാൻ ഒരുങ്ങുന്നവരും അറിഞ്ഞിരിക്കേണ്ട വിശദമായ വിവരങ്ങളാണ് ഇന്നത്തെ ഈ എക്സ്ക്ലൂസീവിലെ പ്രതിപാദന വിഷയം. ഒന്നാമത്, ഫ്ലൈറ്റ് റൂട്ടുകൾ, വർദ്ധിച്ചു വരുന്ന ഗതാഗത വിലകൾ മുതൽ പുതിയ വിസ ആവശ്യകതകൾ വരെ 2025 ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ യാത്ര ചെയ്യുകയാണെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. പൊതുവായ ഡ്രൈവിംഗ് മാറ്റങ്ങളാണ് ആദ്യത്തേത്. അത് CO2 നികുതിയിൽ ആസൂത്രിതമായ വർധനമാണ് ഒരു പ്രധാന മാറ്റം. കാലാവസ്ഥാ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ജർമ്മനിയെ സഹായിക്കാൻ ലക്ഷ്യമിടുന്ന ഈ നികുതി ടണ്ണിന് 45 യൂറോയിൽ നിന്ന് 50 യൂറോയായി ഉയരും. ഇത് പെട്രോൾ, ഓയിൽ, ഗ്യാസ് എന്നിവയുടെ വിലയിലും യാത്രാ ചെലവിലും ഹീറ്റിംഗ് ചെലവിലും സ്വാധീനം ചെലുത്തും. അതുകൊണ്ട് തന്നെ വില കൂടുതൽ ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഓറഞ്ച് നിറത്തിലുള്ള ട്യൂഫ് കാർ പരിശോധനാ സ്റ്റിക്കറുള്ള ഡ്രൈവർമാർ 2025 അവരുടെ പൊതു പരിശോധന നടത്തേണ്ടതുണ്ട്. കട്ട് ചെയ്യുന്ന കാറുകൾക്ക് നീല സ്റ്റിക്കറാണ് ഇനി ലഭിക്കുക. ജർമ്മനിയിലെ ഡ്രൈവർമാർ തയ്യാറെടുക്കേണ്ട മറ്റൊരു മാറ്റം കാർ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ വർദ്ധിക്കുന്നതാണ്. 20% വരെ വർധനം ആണ് ഉണ്ടാകാൻ പോകുന്നത്. ജർമ്മനിയിൽ പേപ്പർ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കുകയാണ്. ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ചേഞ്ച് എന്ന് വിളിക്കപ്പെടുന്ന ഇതിന്റെ ഭാഗമായി എല്ലാ ഡ്രൈവർമാരും, അതായത് 1953 അതിനു മുമ്പോ ജനിച്ചവർ ഒഴികെ ഇക്കൊല്ലം ജനുവരി 19 തങ്ങളുടെ പേപ്പർ ഡ്രൈവിംഗ് ലൈസൻസ് കാർഡിനായി കൈമാറിയിരിക്കണം. ഇതിന്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസുകളും വ്യാജരേഖകൾ ഇല്ലാത്തതും ഭാവിയിൽ EU-വിലുടനീളം നിലവാരം ഉള്ളതുമായിരിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന EU നിർദ്ദേശമാണ് ഇതിന്റെ അടിസ്ഥാനം. 2022 ആരംഭിച്ച നടപടിക്രമങ്ങൾ 2031 പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അതുപോലെ തന്നെ പ്രാദേശിക ഗതാഗതവും ദീർഘദൂര ട്രെയിനുകളിലും യാത്ര ചെയ്യുന്നവർക്ക് ഡോയ്ച്ച്ലാൻഡ് ടിക്കറ്റ് എന്ന ജനപ്രിയമായ ടിക്കറ്റ് ഇക്കൊല്ലം ജനുവരി മുതൽ മുൻപുണ്ടായിരുന്ന 49 യൂറോയ്ക്ക് പകരം 58 യൂറോയായി വർദ്ധിക്കും. അതേസമയം ശൈത്യകാല ടൈം ടേബിളിന്റെ ഭാഗമായി ഡോയ്ച്ചെ ബാൻ, അതായത് ജർമ്മൻ റെയിൽവേയുടെ ട്രെയിൻ യാത്രകൾക്കുള്ള ടിക്കറ്റുകളുടെ നിരക്കും വർദ്ധിക്കും. ഡിസംബർ 15 മുതലുള്ള ടൈം ടേബിൾ മാറ്റത്തിലാണ് പുതിയ ടിക്കറ്റ് നിരക്കുകൾ, ഫ്ലെക്സ് നിരക്കുകളും ഒക്കെ വർദ്ധിച്ചിരിക്കുന്നത്. കമ്മ്യൂട്ടർ സീസൺ ടിക്കറ്റുകളും ബാൻ കാർഡ് 100 ഇതിന്റെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബെർലിനും ഫ്രാങ്ക്ഫർട്ടിനും ഇടയിലുള്ള അധിക ഇന്റർസിറ്റി എക്സ്പ്രസ്, സ്പ്രിന്റർ സേവനങ്ങൾ ഉൾപ്പെടെ ചില റൂട്ട് മാറ്റങ്ങളും ഉണ്ടായിട്ടുണ്ട്. പുതിയ അന്താരാഷ്ട്ര കണക്ഷനുകളും ഉണ്ട്. ബെർലിനും പാരീസും തമ്മിലുള്ള പ്രതിദിന നേരിട്ടുള്ള ബന്ധമാണ് ആദ്യത്തെ ഹൈലൈറ്റ്. ഫ്രാങ്ക്ഫർട്ട്, കാൾസ്റൂ, സ്ട്രാസ്ബുർഗ് വഴി ആണ് ഡിസംബർ 16 മുതൽ ഈ റൂട്ടിൽ ട്രെയിൻ ഗതാഗതം ആരംഭിച്ചത്. പുതിയ വിമാനങ്ങളെ പറ്റി പറയുമ്പോൾ ജർമ്മൻ എയർപോർട്ടുകളിൽ നിന്നുള്ള സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്നതായി പല എയർലൈനുകളും പ്രഖ്യാപിച്ചത് കാരണം വർദ്ധിപ്പിച്ച നികുതികളും ഫീസും ആണ് ഇതിനൊക്കെ കാരണം. എന്നാൽ ചില പുതിയ ഫ്ലൈറ്റുകളും പുതിയതായിട്ടുണ്ട്. ഇക്കൊല്ലം വേനൽക്കാലം മുതൽ ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും മ്യൂണിച്ചിൽ നിന്നുള്ള ദീർഘദൂര റൂട്ടുകൾ ഡിസ്കവർ എയർലൈൻസ് വികസിപ്പിക്കുകയാണ്. ഇക്കൊല്ലം മെയ് മുതൽ ഫ്രാങ്ക്ഫർട്ടിനും മിനിസോട്ടയിലെ മിയാപോളിസിനും ഇടയിൽ 4 ഫ്ലൈറ്റുകളാണ് പ്രതിവാരമായി പറക്കുന്നത്. ഫ്രാങ്ക്ഫർട്ട്, റോം, മിലാൻ, പ്രാഗ്, വിയന്ന, സൂറിച്ച് എന്നിവിടങ്ങളിൽ നിന്ന് പുതിയ പ്രതിദിന ഫ്ലൈറ്റുകളും കോണ്ടൂർ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ബജറ്റ് എയർലൈൻസായ EasyJet ഇക്കൊല്ലം വേനൽക്കാലം മുതൽ ഡ്യൂസൽഡോഫിൽ നിന്നുള്ള ഫ്ലൈറ്റ് പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. അടുത്തത് EU വിസയും പാസ്പോർട്ടും മാറുന്നതാണ്. ഒന്നാമതായി ഈ മാറ്റങ്ങൾ 2022 23 കഴിഞ്ഞ കൊല്ലവും നവംബർ പ്രാബല്യത്തിൽ വരേണ്ടതായിരുന്നു. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും അതിർത്തിയിലെ കുഴപ്പങ്ങളെ കുറിച്ചുള്ള ഭയവും കാരണം ഇപ്പോഴും വൈകിയിരിക്കുകയാണ്. മാറ്റങ്ങൾ എപ്പോൾ വരുമെന്ന് ചോദിച്ചാൽ 2025 സജ്ജീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന് EES, തുടർന്ന് 6 മാസത്തിന് ശേഷം ETIAS, ഇവ രണ്ടും ഉണ്ടാവും. മാറ്റങ്ങളുടെ പൂർണ്ണമായ വിശദീകരണം വരും ദിവസങ്ങളിലെ അറിയാൻ സാധിക്കും. അതേസമയം EES, അതായത് എൻട്രി ആൻഡ് എക്സിറ്റ് സിസ്റ്റം, ഇത് അടിസ്ഥാനപരമായി മെച്ചപ്പെടുത്തിയ പാസ്പോർട്ട് സ്കാനിംഗ് ആണ്. യാത്രക്കാരുടെ വിരലടയാളങ്ങളും മുഖത്തെ സ്കാനുകളും ആവശ്യമാണ്. ആമുഖത്തിന് ശേഷം ഒരു യാത്രക്കാർ ആദ്യമായി യാത്ര ചെയ്യുമ്പോൾ അവരുടെ പോർട്ട്, എയർപോർട്ട് ഓഫ് ഡിപ്പാർച്ചർ എന്നിവിടങ്ങളിൽ EES പ്രീ രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഒരു EU ബാഹ്യ അതിർത്തി കടക്കുമ്പോൾ മാത്രമേ ഈ പരിശോധനകൾ ബാധകം ആവുകയുള്ളൂ. അതേസമയം EU EEA ക്കുള്ളിലെ യാത്രയ്ക്കല്ല ഇത് ആവശ്യമെന്നുകൂടി കരുതുക. ETIAS അവധിക്കാലത്ത് ഒരു EU രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന EU ഇതര പൗരന്മാരെയാണ് ലക്ഷ്യമിടുന്നത്. അവരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. EU EEA പാസ്പോർട്ടിൽ യാത്ര ചെയ്യുന്ന ആർക്കും അല്ലെങ്കിൽ ഒരു റെസിഡൻസി പെർമിറ്റ് ഉള്ള ആർക്കും ഇത് ബാധകമല്ലതാണ്. അതായത്
EU പുറത്തുനിന്ന് വരുന്ന, അതായത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഇത് ബാധകമായിരിക്കും. ഇതൊരു വിസ ഒഴിവാക്കലാണ്. ഇത് ഓൺലൈനായി മുൻകൂട്ടി അപേക്ഷിക്കേണ്ടതാണ്. ഒരിക്കൽ അനുവദിച്ചാൽ ഇത് 3 വർഷത്തേക്ക് സാധ്യതയുള്ളതാണ്. ഇതിന് €7 വില. എന്നാൽ 70 വയസ്സിന് മുകളിലുള്ളവർക്കും 18 വയസ്സിന് താഴെയുള്ളവർക്കും സൗജന്യമാകും. ഇനി UK യാത്രയെ പറ്റിയാണ്. EUവിന്റെ അധിക വിസകളും പാസ്പോർട്ട് പരിശോധനകളും അനിശ്ചിതത്വം നിറഞ്ഞതാണ്. എന്നാൽ അധിക വിസ ഒഴിവാക്കൽ അവതരിപ്പിക്കാനുള്ള ബ്രിട്ടീഷ് പദ്ധതികൾ ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. UKയുടെ ETA അല്ലെ EUവിന്റെ ആസൂത്രിത എറ്റിയാസ് സ്കീമിന് സമാനമാണ് ഇത്. ഇതിന് €10 വില. ഇത് മുൻകൂറായി അപേക്ഷിക്കുകയും വേണം. തുടർന്ന് 2 വർഷം വരെ നീണ്ടു നിൽക്കുകയും ചെയ്യും. ജനുവരി 8 മുതൽ UKയിൽ പ്രവേശിക്കുന്ന എല്ലാ EU ഇതര പൗരന്മാർക്കും ഇത് ആവശ്യമാണ്. തുടർന്ന് ഏപ്രിൽ 2 മുതൽ എല്ലാ EU പൗരന്മാർക്കും ഇത് ആവശ്യമായി വരും. യാത്ര ചെയ്യുന്ന ആർക്കും ഒഴികെ ഐറിഷ് പാസ്പോർട്ട് ഉള്ളവർക്ക് കുഴപ്പമില്ല. എന്നാൽ UKയിലോ ഐറിഷ് പാസ്പോർട്ടിലോ യാത്ര ചെയ്യുന്നില്ലെങ്കിൽ ETA ആവശ്യം തീർച്ചയായും ഉണ്ടാവും. അതേസമയം ഏത് പാസ്പോർട്ടാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ് ETA പ്രാബല്യം. അതിനാൽ ജർമ്മൻ ബ്രിട്ടീഷ് ഇരട്ട പൗരനാണെങ്കിൽ പോലും ജർമ്മൻ പാസ്പോർട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു ETA ആവശ്യമാണ്. 2025 ജൂൺ 19 മുതൽ ജർമ്മനിയിൽ ദ്രവീകൃത പെട്രോളിയം വാതക സംവിധാനം ഘടിപ്പിച്ച മോട്ടോർ ഹോമുകളും കാരവനുകളും പൊതു പരിശോധനയിൽ നിന്ന് സ്വതന്ത്രമായി 2 വർഷത്തിലൊരിക്കൽ പരിശോധിച്ചിരിക്കണം. ഗ്യാസ് സിസ്റ്റത്തിന്റെയും അതിന്റെ ഉപകരണങ്ങളുടെയും സുരക്ഷിതമായ പ്രവർത്തനം കൂടാതെ സ്ഥാനവും പരിശോധിക്കണം. ഗ്യാസ് ടെസ്റ്റ് വെവ്വേറെയോ ഒരുമിച്ചോ പൊതുവായ പരിശോധനയ്ക്കൊപ്പം നടത്താമെന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ശരാശരി ചെലവ് €40 മുതൽ €80 വരെയാണ് ഉണ്ടാവുക. ഇനി ബെർലിനിലെ മാറ്റങ്ങളിൽ ജർമ്മൻ തലസ്ഥാനത്തെ സംബന്ധിച്ച പ്രത്യേക മാറ്റങ്ങൾ, അതായത് പ്രാദേശിക സംവിധാനത്തിലുണ്ടായ പ്രതിമാസ €29 ടിക്കറ്റ് റദ്ദാക്കി. ബെർലിൻ അബോ എന്നറിയപ്പെടുന്ന ടിക്കറ്റാണ് റദ്ദാക്കിയത്. അതുപോലെ തന്നെ ബെർലിനിൽ ടൂറിസ്റ്റ് ടാക്സ് വിനോദസഞ്ചാരികൾക്കുള്ള നഗര നികുതി മുറിയുടെ നിരക്കിന്റെ 5% നിന്ന് 7.5% വർദ്ധിപ്പിച്ചതും മറ്റൊരു കാര്യമാണ്. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.